ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആരോടെങ്കിലും ഒരു കാറ് ചോദിക്കും. ആരോടെങ്കിലും അല്ല, എല്ലാവരോടും ഒരു കാറ് ചോദിക്കും. ആരാണോ കാറ് തരുന്നത് അവർക്ക് ഞാനൊരു കാറ് ഫ്രീ ആയിട്ട് കൊടുക്കും. കൊടുക്കാൻ പോണ കാറ് ഇതാണ്. ഞാൻ കൊടുക്കാൻ പോണ കാറ് ഇത് ചെറിയൊരു ഗ്ലിച്ച് കാറാണ്, എന്നാലും വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ഇത് രസമുണ്ടോ ഇല്ലയെന്ന് ഒന്ന് പറയണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്, ഈ കാറിൻ്റെ ലുക്ക്. അപ്പോൾ ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന കാറാണ്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ഒരു കാറ് തരികയാണിച്ചാൽ ഞാൻ ഈ കാറ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ തരുമോ ഇല്ലേ നമുക്ക് നോക്കാം. ആരായിരിക്കും തരിക, എങ്ങനെ തരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കണം. അപ്പോൾ ആരെങ്കിലും കാറ് തരുമോ തരൂലേ ഒക്കെ നോക്കാം. അപ്പോൾ പറഞ്ഞ് ലേഖടിപ്പിക്കില്ല, നിങ്ങൾ വീഡിയോ കണ്ടോളി. അപ്പോൾ ഈ കാറാണ് ഞാൻ പ്രാങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ, ഒരു കാർ തരുമോ ഒരു കാർ തരുമോന്ന്. അപ്പോൾ ഇംഗ്ലീഷിലും കഴിക്കുന്നുണ്ട്, മംഗ്ലീഷിലും ചോദിക്കുന്നുണ്ട്. മറ്റേ ഇന്ത്യ സെർവർ അടുത്ത് അതിലല്ലേ മലയാളികളും ഉണ്ടാവുക. അപ്പോൾ ഇവനോടും ഞാൻ കുറേ ചോദിച്ചു. അവിടുന്ന് റെസ്പോണ്ട് ഒന്നുമില്ല. അപ്പോൾ വേറെ എന്തൊക്കെയൊക്കെയാണ് പറയണേ. അപ്പോൾ അതൊന്നും കിട്ടൂലെന്ന് തോന്നി. അപ്പോഴാണ് ഈ ക്യൂനിബയ്യ പറഞ്ഞൊരു ലേഡിയാണോ ബോയിയാണോ അറിയില്ല, ഫ്രണ്ടാക്കി. അവൻ തരാൻ പറഞ്ഞു, അവനോ അവളോ തരാമെന്ന് പറഞ്ഞു. പക്ഷേ തരാ പറഞ്ഞു ലാഫറാറിയായിരുന്നു. പക്ഷെ തരുമോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. ഞാൻ കുറേ നേരം കാത്തുന്നു ചോദിക്കാതെ. അതാ അവരാണെന്ന് വെച്ചാൽ ഇത് മാപ്പിൽ വരും ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു തരുമെന്ന്, പക്ഷെ കാറ് തന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഞാൻ അങ്ങനെ കാത്തുന്നു. തരുമോ, ഇപ്പം തരും ഇപ്പം തരും ഇപ്പം തരും വെച്ചിട്ട് ഒരു ഇതുമില്ല. അങ്ങനെ ചോദിച്ച് ഇരുന്നാപ്പണ്ട് ഒരുത്തൻ ചോദിക്കുക, നീ യൂട്യൂബർ അല്ലേന്ന്. എന്താ ചെയ്യുക, നമ്മളേനൊക്കെ ചോദിക്കാൻ ആളുണ്ടല്ലോ. ഞാനാകെ എന്താ പറയുക, ഒരു ബോളിവുഡ് കയറിയ പോലെ. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കാത്ത ആകെപ്പാടെ ആകെപ്പാടെ ഒരു 69 സബ്സ്ക്രൈബേഴ്സുള്ള ഇന്നോടാണ് യൂട്യൂബർ അല്ലേ ചോദിച്ചിട്ട് വരുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് പൊലിവായി. അപ്പോൾ ഞാൻ പിന്നെ എന്താ നമ്മളെ പണി തുടങ്ങണ്ടേ, ചോദിക്കാൻ തുടങ്ങി. ചോദിച്ച് ലാസ്റ്റ് ഒരുത്തൻ തരാൻ പറഞ്ഞു എന്നല്ല, ആ വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി. എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ അറിയില്ല, ആ വീഡിയോ എൻ്റെ കാണാനില്ല. അപ്പോൾ അതിൽ ഓന് കാറൊക്കെ തരാൻ പറഞ്ഞിട്ട് കാർ വാഷിൻ്റെ അടുത്ത് എന്നെ വിളിച്ചോണ്ടുപോയി എന്നല്ല, അവിടെ പോയിട്ട് ഞാൻ തരുമോ എന്ന് ചോദിച്ച് നിൽക്കുമ്പോഴേ ഓനുണ്ടേ മറുപടി വിട്ടണ്ട, വാട്ട് ഹാപ്പൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് DRV ഡെവിള് പറഞ്ഞ ഒരുത്തൻ ഫ്രണ്ടാക്കുന്നത്. അഥവാ എനിക്ക് ലെക്ക് ഉണ്ടെങ്കിലോ തരുമോ ഞാൻ വിചാരിച്ചു. പക്ഷെ റെസ്പോണ്ട് ഒന്നുമില്ല. ഞാൻ പിന്നെ ആ പരിപാടി തന്നെ തുടങ്ങി. കാറ് തരുമോ, അല്ലെങ്കിൽ ക്യാൻ യു ഗീവ് മീ പ്ലീസ് വൺ കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയൊക്കെ തട്ടി വിട്ടു. മറ്റേ കിണിപ്പിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ മാപ്പിൽ കയറുക ഇറങ്ങുക തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് ഒരു ഫിഹാൻ എന്ന് പറഞ്ഞൊരു ബ്രോ മെസ്സേജ് അയക്കണത്, ഏത് കാറാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട്. ഞാനും തരുമോ ചോദിച്ചു. അഥവാ കാണിച്ചാലോ ലെക്കുണ്ടെങ്കിൽ പിന്നെയും ഇങ്ങനെ നിൽക്കുന്ന ലേഖ അടിച്ചിട്ട്. ഞാൻ വിചാരിച്ചു ഇറങ്ങിപ്പോയിന്ന്, പക്ഷേ പോയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഫ്രണ്ടൊക്കെ ആക്കി ഞാൻ ചോദിക്കാൻ തുടങ്ങി. തരുമോ ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു താങ്ക്സ് ഒക്കെ വിട്ടു, കാരണം അത്രയും നേരം ഇതാക്കാത്ത ഒരാളല്ലേ. അത് കഴിഞ്ഞിട്ട് ക്യാഷ് മതിയോ ചോദിച്ചു. ഞാൻ കാറ് തരുമോ ചോദിച്ചു. അപ്പോൾ തരാ പറഞ്ഞു. ഏത് കാറാണ് വേണ്ടത് ചോദിച്ചു. ഞാൻ എന്താ പറയുക, എന്തൊക്കെയൊക്കെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വിടുന്നുണ്ട്. എൻ്റെ ആകെ 5 കാറുള്ളൂ, അതൊക്കെ അതിൻ്റെ പേരൊന്നും അറിയില്ല. അതേപോലെ അത് നൂബ് കാറാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഓക്കെ, അവിടുന്ന് കുഴപ്പമില്ലാത്ത മറുപടികൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവനും കുറേ ചോദിച്ചു. ഞാനുണ്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഓനിപ്പോൾ വരാൻ പറഞ്ഞിട്ട് ബാക്ക് അടിച്ചു. കാർ എടുക്കാൻ പോയതല്ലേ, വീട്ടുകാർ തരാനാണ് പറഞ്ഞത്. അപ്പോൾ പ്രതീക്ഷയുടെ അങ്ങേ അറ്റെത്തിക്കുമ്പോഴോ വരുന്ന കാണാനില്ല. അയ്യോ, ലേക്കടിച്ചില്ലേ. ഇക്കാണിച്ചാൽ ക്ഷമ കുറച്ച് തീരെ കുറവുള്ള ആളാണ്. അപ്പോൾ അപ്പോഴേക്കില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഓൻ മാപ്പിൽ ജോയിനായി. പിന്നെയും കാണാനില്ല. ഞാൻ പിന്നെ എന്താ ചെയ്ത്, ഇമോട്ട് ഇട്ടിട്ട് തന്നെ ഇങ്ങനെ കുറേ നേരം നിന്ന്. അഥവാ വരിക വന്നിട്ട് തന്നിട്ടില്ലെങ്കിൽ വേറെ ചോദിക്കാമല്ലോ വെച്ചിട്ട്
അങ്ങനെ നിൽക്കുമ്പോഴാ ഓൻ ആ സൈഡിൽ കൂടെ ഉണ്ട് കയറി വന്നിട്ടുണ്ട്. ഞാൻ ആ വെച്ചാൽ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. അപ്പോൾ ഈ കാറാണ് തരുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇത് തരുമോ എന്ന് ചോദിക്കാൻ ഞാൻ നോക്കി. അപ്പോഴേക്കും സ്പോട്ടിലിതാ അപ്പോൾ കാറ് തരാനുള്ള നോട്ടിഫിക്കേഷൻ വിട്ടു. ഞാൻ കാറ് വാങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അല്ല ഞാൻ ചോദിക്കില്ല, ഞാൻ പറഞ്ഞു താങ്ക്സ്. അതേപോലെ ബ്രോ ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്, ഇതിൽ ബ്രോ ജയിച്ചു എന്നൊക്കെ ടൈപ്പ് കിട്ടു. അത് അപ്പോൾ ബ്രോക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഉണ്ട് എന്നൊക്കെ വിട്ടു. അങ്ങനെ ഓരോന്നൊക്കെ അങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ട് അതേപോലെ രാവിലെ തൊട്ട് ഇതാക്കാൻ തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അങ്ങനെ ഞാൻ ബാക്ക് അടിച്ചിട്ട് കാർ എടുത്തിട്ട് അവൻ്റെ റൂമിൽ പോയി നോക്കുമ്പോൾ റൂം ഫുള്ളാണ്. അങ്ങനെ കുത്തി പിടിച്ചിട്ട് എങ്ങനെയൊക്കെ റൂമിൽ കയറി എന്നല്ല, അപ്പോൾ ഈ കാറെത്തി ഒന്ന് എൻട്രി കൊടുക്കാൻ വെച്ചതാ. അതും മൂഞ്ചി. കാരണം വണ്ടി അണിച്ചാൽ സൈഡിലേക്ക് വളയ്ക്കുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക. അതിൻ്റെ സ്റ്റെയറിങ് കാണിച്ചാൽ ഞാൻ മറ്റേ ഫുള്ളാക്കിയിട്ടല്ലേ, മറ്റേ ഡ്രിഫ്റ്റ് മോഡിലിട്ടിട്ട് ആ ഫുള്ളാക്കിയിട്ടിരുന്നത്. അപ്പോൾ ഈ കാറാണ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അഥവാ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ കാറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ എന്നൊക്കെ ഞാൻ വിട്ടപ്പോൾ ഓനും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാറാകുമ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, കൊടുക്കുകയാണ്. അപ്പോൾ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, 1 രൂപയ്ക്ക് കാറ് സെല്ലാക്കിയിട്ടുണ്ട്. അല്ല സെല്ലാക്കല്ല, സോൾഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ ഇങ്ങനെ ഓരോന്നിങ്ങനെ താങ്ക്സ് അത് ഇതൊക്കെ ഇങ്ങനെ കുറേ നേരം പറഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ ഞാനും ഹാപ്പി, അവനും ഹാപ്പി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ DR ഡെവിൽ പറഞ്ഞ കൊടുത്തല്ലേ ഓൻ മെസ്സേജ് അയക്കണേ, എൻ്റെ ഗെയിമിംഗ് പ്രോ എവിടെ ചോദിച്ചിട്ട്. പക്ഷേ കാറ് തരാനാണ് നിന്നത്, പക്ഷെ നടന്നില്ലല്ലോ, അവനിക്ക് ലക്കില്ല. അതുണ്ടായത് ഇവൻ വരാൻ ലേഖായതായിരിക്കും. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവൻ കാറ് തന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി.